आगे रोटी दे സാർ ആദ്യമായിട്ട് അവനവന് വേണ്ടി വോട്ട് ചെയ്തു. ആദ്യമായിട്ടല്ല, രണ്ടാമതാണ് വോട്ട് ചെയ്തത്. രണ്ടാമത് എനിക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്തത് ആദ്യം. അതാ ഞാൻ പറഞ്ഞത്. അവനവന് വേണ്ടി ആദ്യത്തെ വോട്ടാണ്. എന്ത് തോന്നി സാർ? എന്താണ് ഒരു അനുഭവം? ഭയങ്കര സന്തോഷമല്ലേ? ഐ എം വെരി ഹാപ്പി. ആദ്യമായിട്ട് ഒരുപാട് ചുറ്റിക്ക് എല്ലാത്തിനും വോട്ട് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട്. പാലോളി വോട്ട് ചെയ്യാൻ വന്നിട്ടില്ലായിരുന്നു. ശശികലായിട്ട് നല്ല സൗഹൃദത്തിൽ മാറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദരണീയനായ മനുഷ്യനല്ലേ, സമാദരണീയനായ മനുഷ്യനല്ലേ പാലോളി എപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാരണവരൊക്കെ. ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. സാറേ, കഴിഞ്ഞ തവണ 5 വർഷം മുമ്പ് സാർ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ സാർ പറഞ്ഞൊരു വാചകമുണ്ട്, പ്രേമൻ മിടുക്കനാണ്, വിജയിക്കുന്നത്. ഈ 5 വർഷത്തിന് ശേഷം ഇന്ന് പ്രേമൻ തോൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങ് വോട്ട് ചെയ്യുന്നത്. ഞാൻ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം മാത്രമല്ല, അതാണ് നടത്തിയവർ ഈ മണ്ഡലത്തിൽ. അത്രയും അപരണ നിർത്തിയാലും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇരിക്കുന്ന എന്നെ നല്ലതുപോലെയാണ്. എൻ്റെ നാട്ടുകാർക്കറിയും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക്. ഈ മണ്ഡലത്തിൽ എനിക്ക് അറിയാത്ത ഒരു പ്രദേശമില്ല. എല്ലാവർക്കും എന്നെ പരിചയം. പൂർണ്ണമായും കോൺഫിഡൻസിലാണ്. പിന്നെ ഐ എം ഫുള്ളി കോൺഫിഡൻറ്റ്. എന്ത് സംശയമില്ല. ഈ അവസാന ഘട്ടത്തിൽ, പ്രധാനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ നോക്കൂ, ഞാൻ പൊതുരംഗത്ത് സജീവമായതിനു ശേഷം എത്രയെത്ര കോൺട്രവേഴ്സികളാണ് എൻ്റെ നേരെ വന്നത്. ഈ കോൺട്രവേഴ്സികളിൽ ഒന്നും തന്നെ ഞാൻ പതറിയിട്ടില്ല. എന്തെങ്കിലും പതറിയിട്ടില്ല. ഈ കോൺട്രവേഴ്സി ഇതൊക്കെ വെറുതെ പിന്നെ ഈ അവർ തോൽക്കുമെന്ന് ഒരു പരാജയ ഭീതി ഉണ്ടായ സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അതൊന്നുമില്ല. അതാണ് ഇതൊരു പ്രതികാരത്തിന്റെ രാഷ്ട്രീയമായിരുന്നു. ഏത്? കാരണം അങ്ങ് പാർട്ടിയുടെ ഇന്നും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. സ്വാഭാവികമായിട്ട് പ്രതികാര രാഷ്ട്രീയമായി ആണോ ഇത്തരം കേസുകൾ? ഞാനൊരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയില്ലേ. ഞങ്ങളൊരു പ്ലാറ്റ്ഫോമിലാണ്, പുതിയൊരു പ്ലാറ്റ്ഫോം, DMF എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോം വരാൻ പോകുന്ന നാളുകളിൽ കേരള വ്യാപകമായി വ്യാപിപ്പിക്കാൻ പോകുന്ന, സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ശക്തിയുടെ തുടക്കമാണ് DMF, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട്. ആ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന് UDF-ഉമായിട്ട് ധാരണയുണ്ട്. അതുകൊണ്ടാണ് UDF-ന്റെ പിന്തുണയോടുകൂടി ഞാൻ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് മത്സരിക്കുന്നത്. UDF-ന്റെ പ്രവർത്തകർ തന്നെ പറയുന്നത് അവരുടെ ഓർമ്മ വെച്ച ഇന്നേ വരെയുള്ള അവരുടെ അനുഭവത്തിൽ ഇത്രയും സജീവമായി, ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായി എന്നാണ് അവർ തന്നെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുന്നത് DMF അല്ല, UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. അത് ഒരു സ്ഥാനാർത്ഥിയാവില്ല. കേരളത്തിൽ പല സ്ഥാനാർത്ഥികളും അങ്ങനെ മത്സരിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം അക്കൗണ്ട് തുറക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഭരണത്തിൽ വരും. പിന്നെ ഇടതുപക്ഷം ഭയക്കുന്നുണ്ടോ താങ്കളുടെ ഈ ഒരു നീക്കത്തെ? ഇടതുപക്ഷം ഭയക്കുന്നുണ്ടോ? അവരുടെ ഭയപ്പാടിൽ നിന്നല്ലേ ഇതുപോലെയുള്ള അലിഗേഷൻസ് എനിക്കെതിരായിട്ട് വരുന്നത്. ഞാൻ തിരിച്ച അലിഗേഷനൊന്നും ഉന്നയിച്ചിട്ടില്ലെന്ന്. ഞാൻ ആദ്യം കൺവെൻഷനിൽ വെച്ച് അലിഗേഷൻ ഉന്നയിച്ചത് വളരെ സീരിയസ് അലിഗേഷനാണ്. ആ അലിഗേഷൻ പുതിയൊരു സർക്കാർ സംവിധാനം വരുമ്പോൾ ഉറപ്പായിട്ടും അന്വേഷിക്കും.
ഒരു സംശയവും വേണ്ട. അന്ന് ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല, ഒരു തർക്കവും വേണ്ട. ആലിഗേഷനിൽ ഉറച്ചു നിൽക്കാൻ ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതിൽ നിന്നും ഒരിക്കലും മാറിയിട്ടില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞാൻ എന്നെ നിങ്ങൾക്ക് ഏറെ കാലമായിട്ട് അറിയാമല്ലോ. ഞാൻ എന്താണോ പറഞ്ഞത്, ഒരു പ്രശ്നത്തിൽ എൻ്റെ നിലപാടെന്താണോ ആ നിലപാടിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറിയിട്ടേയില്ല. UDF അധികാരത്തിൽ വരികയാണ്, അങ്ങനത്തെ ഒരു മൂല്യപരിഗണന ഉണ്ടാവും. അത് UDF നേതൃത്വം തീരുമാനിക്കണ്ടല്ലോ. അത് UDF തീരുമാനിക്കണ്ടേ, ഞാനല്ല. UDF-ന്റെ നേതൃത്വത്തിലാണ് ഗവൺമെന്റ് വരിക. UDF-ന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വരുമ്പോൾ UDF തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടത്. ജില്ലയിൽ UDF-ന് സീറ്റ് ഉണ്ടാവും ഇത്തവണ. എവിടെ? പാലക്കാട്. നിങ്ങൾ ഉറപ്പിച്ചോ, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF പാലക്കാട് ജില്ലയിൽ നേടും. അതിൽ DMF ഫാക്ടറും ഒരു പങ്ക്, നിർണായകമായൊരു പങ്ക് വഹിക്കും. എല്ലാ മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും DMF-ന്റെ ഫാക്ടറി ഉണ്ട്. മണ്ണാർക്കാടിനെ കുറിച്ച് എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ? ഡെഫിനറ്റ് UDF ജയിക്കും. ഷംസുദ്ദീൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും. സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. Kavita Gold and Diamonds, the versatile jewelry.